നമസ്കാരം പ്രിയമുള്ളവർ. കഴിഞ്ഞ 2 ദിവസമായി മാസപ്പടി വീണ്ടും വലിയ ചർച്ചയിലേക്ക് വന്നിരിക്കുകയാണ്. പിണറായി വിജയന്റെ വീട്ടിലടക്കം ഇഡി നടത്തിയ റെയ്ഡിന്റെ പശ്ചാത്തലത്തിലാണ് മാസപ്പടി വിഷയം വീണ്ടും സജീവമായി ഉയർന്നു വന്നത്. അതിനെ പ്രതിരോധിക്കാൻ CPM തെരുവിലിറങ്ങി ഇഡി ഉദ്യോഗസ്ഥരെയും ആ വാഹനത്തെയും തടയുകയും തകർക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. പലവട്ടം പലയാവർത്തി കേരളത്തെ സമൂഹത്തിന് മുമ്പിൽ പറഞ്ഞതാണെങ്കിലും ഈ തവണയും ഇതുമായി ബന്ധപ്പെട്ട് CPM നേതാക്കന്മാരുടെ വാദം കഴിഞ്ഞ 2 ദിവസം ശ്രദ്ധിക്കാനിടയായി. അവരെന്തൊക്കെയാണ് പറയുന്നത്? അവർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പണം വാങ്ങിയത് 1,72,00,000 രൂപ വാങ്ങിയതിനെ ന്യായീകരിച്ചുകൊണ്ട് അത് നിയമപരമായി വാങ്ങിയതാണ്, അതല്ലെങ്കിൽ അതിൽ തെറ്റില്ല എന്ന നിലയിൽ CPM എന്ന പാർട്ടി ഒന്നിച്ചു നിന്ന് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള സംഗതി എന്താണെന്ന് നമുക്കറിയാം. അതായത് കരിമണൽ കമ്പനിയുടെ ഉടമയായ ശശിധരൻ കർത്തയിൽ നിന്നും അല്ലെങ്കിൽ കമ്പനിയിൽ നിന്നും പിണറായി വിജയന്റെ മകൾ ഒന്ന് വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും ഒന്ന് കമ്പനിയുടെ അക്കൗണ്ടിലേക്കുമായി മാസം 8 ലക്ഷം രൂപ വീതം ഒരു കാലയളവിൽ മാത്രം 1,72,00,000 രൂപ കൈപ്പറ്റി. അതിന് പ്രത്യേക ഒരു സേവനവും നൽകിയിട്ടില്ല. ആ പണം എക്സ്പെൻസ് ആയി കാണാൻ കഴിയില്ല, അത് വരുമാനത്തിന്റെ ഭാഗമായി കാണേണ്ടി വരുമെന്ന് IT ഡിപ്പാർട്ട്മെന്റ് കണ്ടെത്തിയതിൽ നിന്നാണ് ഇതിന്റെ ഒറിജിൻ, അല്ലെങ്കിൽ ഇത് ഒറിജിനേറ്റ് ചെയ്ത് അവിടെ നിന്നാണ്. പക്ഷെ ഇന്നിപ്പോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ന്യായവാദങ്ങൾ നടത്തി വരുന്നവർ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? CPMന്റെ ബേസിക് ആർഗ്യുമെന്റ് ഇപ്പോഴും എത്തി നിൽക്കുന്നത് ഏറ്റവും അവസാനം ഞാൻ കേട്ട ഒരു കാര്യം, സംസ്ഥാന സെക്രട്ടറി MD ഗോവിന്ദൻ തന്നെ പറയുകയാണ്, PV ഞാനല്ല എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന്. ഇതിനെല്ലാം ആധാരമായ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് എന്ന് പറയുന്ന ഡോക്യുമെന്റ് PV എന്നതിന് നേരെ പിണറായി വിജയൻ എഴുതി വെച്ചിരിക്കുകയാണ്. ഈ കടലാസ് പോലും ഇവർ വായിച്ചിട്ടില്ല എന്നാണ് ഞാൻ സംശയിക്കുന്നത്. ഓൾറെഡി അവിടെ പറഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി അത് ആ പിണറായി വിജയൻ ഞാനല്ല, വേറെ പിണറായി വിജയൻ ഇന്നുപോലും പറയാൻ കഴിയില്ല. കാരണം വീണ്ടും അതിന്റെ പേജ് 48 വന്നാൽ അത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള പാരഗ്രാഫാണ്. ഈ 7.4 എന്ന് പറയുന്ന പാരഗ്രാഫിന്റെ 2ാമത്തെ വരി മുതൽ മിസ് വീണ ടി ഈസ് ദ ഡോട്ടർ ഓഫ് എ പ്രോമിനന്റ് പൊളിറ്റീഷ്യൻ ടു ഹൂം അതർ പേയ്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ് ആസ് പെർ അസസീസ് ഓൺ അഡ്മിഷൻ. അതിനുശേഷം പറയുന്നു, ദ അസസി ഈസ് കൺസീലിംഗ് ഫ്രം ദ കമ്മീഷൻ ദ ഫാക്ട് ദാറ്റ് ഷീ ഈസ് ദ ഡോട്ടർ ഓഫ് എ പൊളിറ്റിക്കൽ ലീഡർ ഹൂസ് ഇനീഷ്യൽസ് ആർ എക്സ്പ്ലെയിൻഡ് ആൻഡ് ടു ഹൂം മേജർ പേയ്മെന്റ്സ് ഹാവ് ബീൻ മെയ്ഡ്. എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്? ഈ വിഷയത്തിലെ പണം കൈപ്പറ്റിയ വീണ ടി എന്ന് പറയുന്നത് ഒരു പ്രോമിനന്റ് പൊളിറ്റീഷ്യന്റെ മകളാണ് എന്ന കാര്യം കമ്മീഷന് മുമ്പിൽ മറച്ചു വെക്കാൻ ശ്രമിച്ചു. അവര് ആ വീണ ടിയുടെ പ്രോമിനന്റ് ലീഡറായ അച്ഛന് ഇതിനു മുമ്പ് അസസിയുടെ അഡ്മിഷൻ, അതായത് ശശിധരൻ കർത്തയുടെ അഡ്മിഷൻ പ്രകാരം തന്നെ വലിയ തുക അവർക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഈ 2 വരിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഇനി എങ്ങനെയാണ് പിണറായി വിജയനെ അല്ല ഇതിൽ പരാമർശിച്ചിരിക്കുന്നു പറയുന്നു? പക്ഷെ അന്ധമായി അങ്ങ് വാദിക്കുകയാണ്, ആർഗ്യുകയാണ്, അത് ഞാനല്ല. ഇങ്ങനെ പലവട്ടം പറഞ്ഞാൽ കള്ളം സത്യമാകുമെന്നാണ് ധരിക്കുന്നത്. ഇതിനെ CPMന്റെ ഔദ്യോഗിക സംവിധാനം മുഴുവൻ നിന്ന് ന്യായീകരിക്കുകയാണ്. ഇനിയിപ്പോ ഇതുമായി ബന്ധപ്പെട്ട് അതിന്റെ അടുത്തൊരു ഭാഗത്തുകൂടി വായിച്ചു കഴിഞ്ഞാൽ, these are illegal payments in the hands of the company Ms. Exalogic has not provided any service as per the contemporaneous evidence gathered during the search. The associate company is making payments through banking channels to persons connected with a prominent decision maker. എന്ന് പറയുന്ന ആരാണ്? ആ പ്രോമിനന്റ് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ പിണറായി വിജയൻ തന്നെയാണ് എന്ന കാര്യം സംശയം വേണ്ട. ഇനി മറ്റൊരു ആർഗ്യുമെന്റ് CPM കേന്ദ്രങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നത്, വീണ വാങ്ങിയ പണത്തിന് വേണ്ട സർവീസ് നൽകിയിരുന്നല്ലോ, അത് പറയേണ്ടത് ഒന്നല്ലെങ്കിൽ അവരുടെ സേവനം വാങ്ങാൻ ശ്രമിച്ച CMRL കമ്പനിയോ അതിന്റെ ഉടമകളോ അല്ലേ എന്ന് പറഞ്ഞു. ഇതിന്റെ പേജ് 46 ഒരു ലഘുവായിട്ടുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഓഫ് മിസ് എക്സാലോജിക് സൊല്യൂഷൻസ് ലിമിറ്റഡ് ആൻഡ് ശ്രീമതി വീണ ടി? അപ്പൊ അതിന് ഉത്തരമായി പറയണം എന്താണ് അവർക്ക് നൽകിയ സേവനം ലഭിക്കുമ്പോൾ, ടു ബെസ്റ്റ് ഓഫ് മൈ നോളജ് I am not aware of any service provided by Exalogic Solutions and Srimati Veena T.
അതായത് എന്ത് സർവീസാണ് കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ എന്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു സർവീസും കൊടുത്തിട്ടില്ല എന്ന് ആ കമ്പനിയുടെ സിഇഒ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനായ സുരേഷ് കുമാർ പറഞ്ഞു. ഇനി അത് പോട്ടെ. ഇനി സാക്ഷാൽ ഈ കമ്പനിയുടെ ഉടമ ശശിധരൻ കർത്ത എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. അത് ഇപ്പൊ നിങ്ങൾക്ക് കാണാം. അതായത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ശ്രീ എസ് എൻ ശശിധരൻ കർത്ത, മാനേജിംഗ് ഡയറക്ടർ ഓഫ് CMRL എന്ന് പറഞ്ഞിട്ട് 26/1/2019 അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അദ്ദേഹത്തെ ഈ ഇവരുടെ എഗ്രിമെന്റ് കാണിച്ചു കൊടുത്തിട്ട്, എക്സാലോജിക്കും വീണയുമായുള്ള എഗ്രിമെന്റ് കാണിച്ചു കൊടുത്തിട്ട് അവരോട് ചോദിച്ചു ഇത് പ്രകാരം എന്താണ് ചെയ്തതെന്ന്. അപ്പൊ അദ്ദേഹത്തിന്റെ ഉത്തരമാണ്, ഐ ഹാവ് സീൻ ദ എഗ്രിമെന്റ്സ്. ബോത്ത് ദീസ് വെൻഡേഴ്സ് ആർ ദ സെയിം പേഴ്സൺസ്. ബോത്ത് ദീസ് വെൻഡേഴ്സ് ഹാവ് നോട്ട് പ്രൊവൈഡഡ് any work, service or any software maintenance or consultancy or other form of service to our expectations till date. ഈ ദിവസം വരെ ഈ പറഞ്ഞ ഈ രണ്ട് എഗ്രിമെന്റിലെയും വ്യക്തി ഒന്നു തന്നെയാണ്. എക്സാലോജിക് എന്ന് പറയുന്നതും വീണാട്ടി എന്ന് പറയുന്നതും രണ്ടും ഒരാളാണ് എന്നും നാളിതുവരെ ഞങ്ങൾക്ക് എന്തെങ്കിലും സർവീസോ സോഫ്റ്റ്വെയർ മെയിൻ്റനൻസോ കൺസൾട്ടൻസിയോ അതായത് ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് സാക്ഷാൽ ശശിധരൻ കർത്തയുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്താണ് നിങ്ങൾ ഈ കാണുന്ന പേജ് 47 രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ വാദിക്കാൻ കഴിയുക? ഇത്രയും ക്ലീൻ സ്ട്രെയിറ്റ് ആയിട്ടൊരു കേസ്. ആദ്യം ഈ അന്വേഷണം നടന്നത് IT ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടാണ്. അതായത് CMRL അല്ലെങ്കിൽ ശശിധരൻ കർത്ത ഫയൽ ചെയ്യേണ്ട റിട്ടേൺസ് അല്ലെങ്കിൽ ഒടുക്കേണ്ട ആദായ നികുതിയിൽ വെട്ടിപ്പ് നടത്തിയുമായി ബന്ധപ്പെട്ട് IT ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം നടത്തി ഇത് കണ്ടെത്തി. ഈ കള്ളത്തരവും ഈ അഴിമതിയും നടത്താൻ വേണ്ടി കമ്പനി രജിസ്റ്റർ ചെയ്ത് കമ്പനിയുടെ പേരിൽ വ്യാജമായ എഗ്രിമെന്റ് ഉണ്ടാക്കി കമ്പനിയിലേക്ക് പണം വാങ്ങി എന്നതാണ് കമ്പനി ലോ വയലേറ്റ് ചെയ്ത SFIO അന്വേഷിക്കുന്ന കേസ്. ED അന്വേഷിക്കുന്ന കേസ് അഴിമതി പണം ബാങ്കിൽ വാങ്ങിയിട്ട് അതിന് ടാക്സ് അടച്ച് അത് വൈറ്റ് മണിയാക്കാൻ ശ്രമിച്ച PMLA-യുടെ കീഴിൽ വരുന്ന മണി ലോണ്ടറിങ്ങിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ്. ഇതിൽ മൂന്നിലും ഒരുപക്ഷെ പ്രതിസ്ഥാനത്ത് വരേണ്ടത് വീണ വിജയൻ അല്ലെങ്കിൽ വീണ T ആണ്, വീണ തൈക്കണ്ടിയിലാണ്. പക്ഷേ ഇതിന്റെ ക്രൂഷ്യൽ ആസ്പെക്ട് എന്ന് പറയുന്നത് ഇവിടെ നടന്ന അഴിമതിയാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇതിൽ നടന്ന അഴിമതിയെ സംബന്ധിച്ച് അന്വേഷിക്കാൻ കഴിയുന്ന രണ്ട് സംവിധാനം എന്ന് പറയുന്നത് ഒന്നുകിൽ CBI അതല്ലെങ്കിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിൽ CBI എന്ന് പറയുന്നത് BJP-യുടെ കയ്യിലാണ്, വീണ്ടും അവരുടെ കയ്യിൽ ഒരു കൊടുത്തു കിട്ടുന്ന അവസ്ഥയാണുള്ളത്. പക്ഷേ ഇതിന്റെ ഇപ്പോൾ നിലവിൽ IT ഡിപ്പാർട്ട്മെന്റ് അന്വേഷണം വന്നു, അതിനുശേഷം കമ്പനി ലോ പ്രകാരമുള്ള SFIയുടെ അന്വേഷണം വന്നു, അതിനുശേഷം ഇപ്പോ മണി ലോണ്ടറിംഗുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ED-യുടെ അന്വേഷണം വന്നു. ഇനി വരേണ്ടത് നമ്മളെല്ലാവരും പരിശ്രമിക്കേണ്ടത് അഴിമതിയുടെ ആസ്പെക്ട് വരാൻ വേണ്ടിയിട്ടാണ്. അഴിമതിയുടെ ആസ്പെക്ട് വരുമ്പോഴാണ് അവിടെ പിണറായി വിജയൻ പ്രതിയാവുന്നത്. കാരണം എന്താ, വേറെ ആർക്കും കൊടുക്കാത്ത പണം വീണ ടിക്ക് എന്തിനു കൊടുക്കണം? കോടിക്കണക്കിന് രൂപ. അപ്പോ അതിന്റെ കാരണം എന്ന് പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കും, പിണറായി വിജയൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചുമതലയിലിരിക്കുകയും പിണറായി വിജയൻ ഇനീഷ്യേറ്റ് ചെയ്ത പ്രകാരം ഉണ്ടായ മീറ്റിംഗിലും അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണവും ഇന്ന് മൈനിങ് നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി മൈനിങ്ങിന്റെ അനുമതി ഇല്ലാതെ ദുരന്ത നിവാരണത്തിന്റെ പേരിൽ തോട്ടപ്പള്ളിയിൽ നിന്നും കരിമണൽ എടുക്കാനുള്ള അനുമതി നൽകിയത് പിണറായി വിജയനാണ്. അതുകൊണ്ടാണ് ഈ അഴിമതി ആസ്പെക്ട് അന്വേഷിച്ചാലാണ്, അത് വരുമ്പോഴാണ് പിണറായി വിജയന്റെ ടേൺ വരുന്നത്. ഇതാണ് മാസപ്പടി കേസിന്റെ ഒരു സംക്ഷിപ്തമായ രൂപം. എന്നിട്ടും ഇത് ഇത്രയും പച്ചയായി ഇത്രയും തെളിവുകളോടുകൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ വന്നിട്ടും CPM ഇതുപോലെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ആവർത്തിച്ച് കള്ളം പറഞ്ഞ് അത് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ ഓർമ്മപ്പെടുത്തേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണെന്ന് തോന്നി. അതുകൊണ്ടാണ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ പോരാട്ടം തുടരും. സത്യം ഒരിക്കൽ ജയിക്കും. അതുവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. അതുവരെ ആക്ഷേപങ്ങൾ, പരിഹാസങ്ങൾ, പുച്ഛങ്ങൾ, കുറ്റപ്പെടുത്തലുകൾ എല്ലാം ഉണ്ടാകും. പക്ഷേ എനിക്ക് 100% ഉറപ്പുണ്ട്, സത്യം വിജയിക്കും. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. നന്ദി.